നല്ലൊരു പണിയാ ഒപ്പിച്ചിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് വേണോ? വേണം. ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം. വാ കാണിച്ചു തരാം. ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ്. പ്ലീസ്. നടി മലയാള ഫീൽഡില് വഴങ്ങാത്തവർ ഇല്ല എന്ന് ഞാൻ കൈ അടിച്ചു പറയും. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. അതായത് ഇന്ന് ഉള്ള മലയാള സിനിമയിലെ നടിമാരിൽ ഒരാളും പഴങ്ങാത്തവര് ആരും ഇല്ല. സത്യം പറ, ഞാൻ ആരുമല്ല. നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവനല്ലടാ. അങ്ങനെ ഇല്ലാതെ ആരും ഒരു ചാൻസ് ആർക്കും കൊടുക്കത്തില്ല. ഞാൻ പറയുന്നു സത്യം പരമാത്രം. അതെ, എനിക്ക് പണി കാര്യത്തില്ല. ഇപ്പൊ ഈ ഞാനിപ്പോ തുറന്നു പറഞ്ഞതിന് ശേഷം കുറെ പേര് ഒത്തിരി മാറ്റം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എങ്ങനെയുണ്ട് പാർട്ടി? ഞാൻ പ്രതീക്ഷിച്ച ടൈപ്പൊന്നും അല്ല. ആള് നല്ല സ്മാർട്ടാ. അതാ ഞാൻ പറഞ്ഞത്. ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഈ പ്രശ്നത്തെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചേച്ചി ഒരു വൈരാഗ്യ ബുദ്ധി വെച്ചിട്ട്, അല്ലെങ്കിൽ ഉദ്ദേശിച്ച കാര്യം നടക്കാത്തത് കൊണ്ട് അവസരം കിട്ടാഞ്ഞിട്ടും മനഃപൂർവ്വം കേസ് കൊടുക്കുന്നതാണെന്നൊക്കെ ഉള്ള രീതിയിൽ പെൺകുട്ടികളെ സപ്ലൈ ചെയ്യുന്ന ആളുകൾ ഉണ്ടോ മലയാള സിനിമയിൽ? ഇതുപോലെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, സെക്സിന് വേണ്ടിയിട്ട് സപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ടോ? സെക്സ് റാക്കറ്റ് ഉണ്ടോ? ഉണ്ട്. ഇതെന്തും മറിമായും. ഈ സിനിമയിലെ നടികള് തന്നെ ഇങ്ങനെ സപ്ലൈ ചെയ്യുന്നവരുണ്ട്. ഇടിയെന്നാണ് നമ്മുടെ ഇവിടെയൊക്കെ കളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഗ്രൗണ്ടിൽ പോയി കളിക്കുക, അങ്ങനത്തെ കളികൾ മാത്രമേ ഉള്ളൂ. അപ്പം ഈ സിനിമയിലാണ് കളിക്ക് വേറെ ഒരു അർത്ഥം. അപ്പം സീനിയർ നടികൾ, ഞാൻ അവരുടെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, സീനിയർ നടികളാണ്. സീനിയർ നടികൾ എല്ലാവർക്കും പരിചയമുള്ള നടികളാണ് അല്ലേ? അപ്പൊ അവരോട് ഇങ്ങനെ പറയും, ആരാ ഉള്ള പുതിയ ആർട്ടിസ്റ്റ് അങ്ങനെ വരുമ്പോ പുതിയതായിട്ട് വരുന്നവരെയൊക്കെ അപ്പൊ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. ആണല്ലോ. കൂടുതലും സ്റ്റേജ് ഷോസ് ഒക്കെ പോകുന്നത് തന്നെ ഇതിന് റെഡിയാണോ? ഓക്കെ, സ്റ്റേജ് ഷോസിന് വിളിക്കുന്നതാണ് ഇതിന് റെഡിയാണോ എന്ന് അറിയാനായിട്ട്. ഇതിന് റെഡിയാവുന്നതിന് മാത്രമാണ് സ്റ്റേജ് ഷോ കൊണ്ടുവന്നത്. ഈ സിനിമയിലുള്ള നടിമാരൊക്കെ പോക്കാണെന്ന് പറഞ്ഞത് ശരിയാണോ? ഞാൻ ചോദിച്ചത് അവരെങ്ങനെയാ നടിമാര്. അതിനകത്ത് അപ്പൊ ഞാനല്ല ഉണ്ടായിരുന്നു. അപ്പോഴാണ് അതിനകത്ത് മറ്റേ ജയസൂരി ഉണ്ട് പറഞ്ഞു, മീനുവിനെ നിമിഷം ഇവിടെ ഒന്ന് പാക്ക് ചെയ്യാൻ പറഞ്ഞു. സെറ്റിൽ ചെന്നിട്ട് അവിടെ പാക്ക് ചെയ്യാൻ ഒറ്റ പ്രാവശ്യം അഭിനയിച്ചു. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഈശ്വര, ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. അത് തന്നെയല്ലേ ഞാനിപ്പോ പറഞ്ഞത്. സുരേഷേട്ടനും മണിയമ്പള രാജേട്ടനും ജയസൂര്യയും ഇടവേള. പക്ഷെ ഇവരൊക്കെ ഇതിനു മുമ്പ് തന്നെ എന്റെ അടുത്തൊരു ബാഡായിട്ട് ബിഹേവ് ചെയ്തവരാണ്. വരുമ്പോ 4 പേര്. ഇങ്ങനെ തന്നെ വേണം. അപ്പൊ പിന്നെ എനിക്ക് തരുവോ? അവരെന്നെ അറിയോന്ന് പറയുവോ? അതാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തൊക്കെയാലും കിട്ടാൻ പോകും. പ്രായപൂർത്തിയായ പെണ്ണുങ്ങളുണ്ട്. പ്രായപൂർത്തിയായ പെണ്ണുങ്ങളോ? ഏതാത്? ഞാൻ തന്നെ. ഇത് പ്രായപൂർത്തിയല്ല, ഷഷ്ടിപൂർത്തിയാ. ഈ ചൂലോണ്ട് എന്നെ കൊണ്ട് പണിയിപ്പിക്കല്ലേ.